മകളെ, ജെറൂസലേം 3 മിനിറ്റ് പ്രാർത്ഥനാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. നിങ്ങൾ കാണിക്കുന്ന വാത്സല്യത്തിനും നിങ്ങളുടെ കരുതലിനൊക്കെ നല്ല ദൈവത്തോട് നന്ദി പറയുകയാണ്. എല്ലാ പ്രേക്ഷിതരെയും, പ്രത്യേകമായി യുവജനങ്ങളെയും, പ്രത്യേകമായി സഹനപ്പുക്കളെയും, പ്രത്യേകമായി ഇതിനു വേണ്ടി സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന സർവ്വ മക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഞാൻ പൂർണ്ണമായി സമർപ്പണം ചെയ്യുകയാണ്. ഈശോ ചോദിക്കുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇതാ കർത്താവിൻ്റെ വചനം കേൾക്കുക. എസെക്കിയേലിൻ്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം വാക്യം. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. മകളെ, തണുത്തു മരവിച്ചുപോയ ആത്മീയ ജീവിതത്തിലേക്ക് പുതു ചൈതന്യം പകരുവാൻ ഇതാ പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കുന്നു. പരിശുദ്ധാത്മാവാണ് എല്ലാ കാര്യങ്ങളും പുതുക്കി പണിയുന്നത്, പുതിയതാക്കി തീർക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അലസതയിലേക്കും മനം മടുപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്കും പുതു ചൈതന്യം പകരാൻ പരിശുദ്ധാത്മാവ്, നമ്മുടെ ദൈവം, നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നീ ബലഹീനനാണോ? ബലം പകരാൻ. നീ തകർന്നവനാണോ? ഉയർച്ച നൽകാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ സവിധയെ വന്ന് നിൽക്കുകയാണ്. ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ചൈതന്യം തരാൻ ഇന്നത്തെ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരെയും ഈശോ വിളിക്കുകയാണ്. എവിടേക്കാണ് വിളിക്കുന്നത്? കുരിശിൻ ചുവട്ടിലേക്ക്. എവിടേക്കാണ് വിളിക്കുന്നത്? സക്രാരിയുടെ അടുത്തേക്ക്. കുരിശിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികളാൽ അവിടുന്ന് കഴുകി നമ്മുടെ ഹൃദയത്തെ മാംസളമുള്ളതാക്കി തീർക്കുകയാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ഒരു പുതിയ ചൈതന്യം പകരാൻ മാലാഖ വൃന്ദങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലമാണ് കുരിശും ദിവ്യകാരുണ്യവും. തഴക്കദോഷങ്ങളിൽ നിന്ന്, അശ്ലീല സ്വഭാവങ്ങളിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുന്നത് കുരിശിൽ നിന്ന് വീഴുന്ന തിരുരക്തവും സക്രാരിയിൽ നിന്ന് വരുന്ന ദിവ്യശക്തിയുമാണ്. ഈശോ പറയുന്നു, ഒരു പുതിയ ഹൃദയം, മാംസളമായൊരു ഹൃദയം, ഒരു പുതിയ ചൈതന്യം, വിശുദ്ധി നിറഞ്ഞൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകാം. വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഇതാ ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടി വിളിക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷ സംബന്ധിച്ചവരും ഇത് ഷെയർ ചെയ്യുന്നവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.